പറശ്ശിനി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യാണ്. നമ്മളിന്ന് വന്നിട്ടുള്ളത് ബേപ്പൂർ ഇൻ്റർനാഷണൽ വാട്ടർ ഫെസ്റ്റിൻ്റെ സീസൺ 3യുടെ ഭാഗമായി ഫറൂഖ് നല്ലൂർ സ്റ്റേഡിയത്തിൽ നടക്കുന്ന പരിപാടികൾ കാണാനായിട്ടാണ്. ഉള്ളോട്ടേക്ക് കയറുന്ന കവാടത്തിനടുത്തായി തന്നെ ചകിരി കൊണ്ടുണ്ടാക്കുന്ന കുറച്ച് ചൂടിപ്പടങ്ങൾ, കയറുകൾ, ഐറ്റംസുകളൊക്കെയാണ്. പിന്നെ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഉരുവിൻ്റെയൊക്കെ ഓരോ മോഡലുകളും സംഭവങ്ങളൊക്കെയാണ്. കുറേ അധികം ആളുകൾ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം സ്റ്റാളുകളൊക്കെ സജീവമാണ്. കുറേ അധികം സ്റ്റാളുകളുണ്ട്. ഒക്കെ ഓരോ സംസ്ഥാനത്തിൻ്റെയും സ്റ്റാളുകളാണ് കേട്ടോ. പല സംസ്ഥാനത്തു നിന്നും വന്നെത്തിയിട്ടുള്ള അവിടുത്തെ ആഭരണങ്ങൾ, ഡ്രസ്സുകളുണ്ടല്ലേ, ഗുജറാത്തിലെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെയാണ്. വെസ്റ്റ് ബംഗാളിലെ കുറേ എന്താ പറയുക കരകൗശല വസ്തുക്കളും കാര്യങ്ങളും പാത്രങ്ങളും ഒക്കെയാണ്. ഓരോ സ്റ്റാളുകളും വ്യത്യസ്തമായ സംഭവങ്ങളാണ് കേട്ടോ. അതായത് നമ്മുടെ നാട്ടിലെ അതല്ലാതെ പുറത്ത് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സിക്കിമിലെ അങ്ങനെ ഓരോ സംസ്ഥാനങ്ങളിൽ നിന്നും വന്നിട്ടുള്ള പലതരം സാധനങ്ങളാണ്. ഇപ്പം എല്ലാം നമുക്ക് ഇഷ്ടാനുസൃതം വാങ്ങിക്കാം. പോണ്ടിച്ചേരിയിലെ ഐറ്റംസുകളൊക്കെയാണിത്. ഫോട്ടോസുകളും കാര്യങ്ങളൊക്കെ ഓരോ ആർട്ടുകളാണ് കേട്ടോ. ഇത് നമ്മുടെ കേരളത്തിലെ ഐറ്റംസുകളാണ്. കേരളത്തിലെ കുറേ സ്റ്റാളുകളുണ്ട്. എന്നാലും മറ്റ് സംസ്ഥാനങ്ങളിലെ സ്റ്റാളുകളും അതേപോലെ തന്നെ ഉണ്ട്. കുറേ വ്യത്യസ്തമായ ഇനങ്ങളാണ് കേട്ടോ. നമ്മൾ പൊതുവെ കാണാത്ത തരത്തിലുള്ള ഇവിടെ ഉണ്ടല്ലേ, പോണ്ടിച്ചേരിയിൽ നിന്നുള്ള സംഭവങ്ങളാണ്. ഒക്കെ മണ്ണ് കൊണ്ടുണ്ടാക്കിയ ഐറ്റംസുകളാണ് കേട്ടോ. ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ കുറേ ബാഗ് ഐറ്റംസുകൾ, ഡ്രസ്സ് ഐറ്റംസുകൾ മൊത്തം ഇനി സ്പീഡാക്കി കാണിക്കുകയാണ്. എന്താ വെച്ചാൽ ഒരുപാട് സ്റ്റാളുകളുണ്ട്. മധ്യപ്രദേശ് അങ്ങനെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും വന്നെത്തിയിട്ടുള്ള സംഭവങ്ങളാണ്. എന്തായാലും അടിപൊളി സ്റ്റാളുകളാണ്. എന്തായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പല സംസ്ഥാനത്തിൻ്റെ സാധനങ്ങളും നമുക്ക് പർച്ചേസ് ചെയ്യാമെന്നുള്ള ഒരു സുഖം കൂടിയുണ്ട്. കുറേ ലൈറ്റിങ് കാര്യങ്ങളൊക്കെ എല്ലാം അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ മൺപാത്രങ്ങൾ ഉണ്ടാക്കുകയാണ്. ലൈവായിട്ട് മൺപാത്രം ഉണ്ടാക്കുന്നു. അത് നമുക്കതൊരു എക്സ്പീരിയൻസ് ആക്കി തരുകയും ചെയ്യുന്നുണ്ട് കേട്ടോ ഈ ചേച്ചി. അതായത് കുട്ടികളും വലിയ ആൾക്കാരൊക്കെ നമ്മുടെ കൈ വെച്ച് കൊടുത്ത് നമ്മളെ ആ ഒരു എക്സ്പീരിയൻസ് ആക്കി തരും എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്നുള്ള. എന്തായാലും ഈ ഒരു സംഭവം വലിയൊരു ആകർഷണം തന്നെയായിരുന്നു. ഇവിടെ ഉണ്ടല്ലോ നമ്മൾ ഓരോ ആളെ കൊണ്ട് ഉണ്ടാക്കി വെച്ച പാത്രങ്ങളൊക്കെയാണത്. അടിപൊളി സ്റ്റാളുകളാണ്. എല്ലാ സ്റ്റാളുകളും സജീവമാണ്. എന്തായാലും ടെക്സ്റ്റൈൽസ് ആർട്ട് സംഭവം കളറാണ്. ഡിസംബർ 26 മുതൽ 29 വരെയാണ് കേട്ടോ പരിപാടി. അപ്പം നമുക്ക് വന്നു കഴിഞ്ഞാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ പോവാതെ തന്നെ നമുക്ക് അവിടുത്തെ പല സാധനങ്ങളും ഇവിടെ നിന്ന് വാങ്ങിക്കാം. ഇതേ ഡേറ്റുകളിൽ 4 പരിപാടി നടക്കുന്നത്. കോഴിക്കോട് പുളിമൂട്ടിൽ, ബേപ്പൂർ പുളിമൂട്ടിൽ ഗംഭീര പരിപാടി നടക്കുന്നുണ്ട്. അതുപോലെ ചാലിയത്ത്, ഇവിടെ നല്ലൂർ സ്റ്റേഡിയത്തിൽ, കോഴിക്കോട് ബീച്ചിൽ, ഇവിടെ ഉണ്ടല്ലേ ചർക്കയാണ് കേട്ടോ. ചർക്കയിൽ ഇവർ തുണി നെയ്തെടുക്കുന്നുണ്ട്. അത് നമുക്ക് ലൈവായിട്ട് കാണാം. ഇവിടെ കുറച്ച് ലൈറ്റിങ്ങിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും അതിഗംഭീരം എന്ന് തന്നെ പറയാം. ഈ ഒരു ടെക്സ്റ്റൈൽസ് ആർട്ട് ഫെസ്റ്റിവൽ അതിഗംഭീരമായിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ നമ്മൾ തീരുന്നില്ല. അപ്പോൾ നമ്മൾ ഇടതുവശത്തൂടെ പോയി നമ്മളതാ ഇവിടെ കയറിയ വഴിയിൽ തന്നെ എത്തി. ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തൂടെയും കുറച്ച് സ്റ്റാളുകളുണ്ട്. അപ്പോൾ മൊത്തം കളറാണ്. പല സംസ്ഥാനത്തിൻ്റെയും സാധനങ്ങൾ തന്നെയാണ് ഇവിടെയുള്ളത്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിന് നേരെ നമ്മുടെ വേദിയിൽ പരിപാടി നടക്കുന്നുണ്ട്. അവിടേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ മിലിറ്ററിക്കാരുടെ കുറച്ച് വെറൈറ്റി പരിപാടികളൊക്കെ ഉണ്ട്. അതിനുശേഷം നമ്മുടെ ആട്ടം കലാസമിതി തേക്കിൻകാടിൻ്റെ മ്യൂസിക് ബാൻഡ് നടക്കുന്നുണ്ട്. അപ്പം മൊത്തം കണ്ടിട്ട് നമുക്ക് വരാം.
ഇതിൻ്റെ കുറച്ച് വീഡിയോകളെ നമ്മൾ ഇതിൽ കാണിക്കുന്നുള്ളൂ. വീഡിയോയുടെ ലെങ്ത്ത് കൂടും. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ഇടുന്നുണ്ട്, പോസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഇന്ത്യൻ മിലിറ്ററിയുടെ അത്യുഗ്രൻ കായിക പ്രകടനങ്ങളാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മൾ വേറെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ ലെങ്ത്ത് കൂടുന്നതുകൊണ്ടാണ്, ഒരുപാട് സമയം നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടിയാണിത്. ഫയർ കൊണ്ടുള്ള വിവിധ പരിപാടികളും സ്റ്റേജിൽ അവതരിപ്പിക്കുന്നുണ്ട്. ഇതിന് ശേഷം നമ്മുടെ ആട്ടം കലാസമിതി തേക്കിൻകാട് നടത്തുന്ന വലിയ മ്യൂസിക് ബാൻഡുണ്ട്. പാടോ നിങ്ങൾക്ക് കുറച്ചുകൂടി ഓർക്കട്ടോ നിങ്ങൾക്ക് തഞ്ചു ബ്രോ ഇത് പോരാ അവിടെ നിന്ന് പോടോ
ബാബുവേട്ടൻ ആണെന്ന് പറഞ്ഞ നിങ്ങൾക്ക് നിങ്ങൾക്ക് ആദരാഞ്ജലി നേരട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം 4 സ്ഥലങ്ങളിലാണ് പരിപാടി നടക്കുന്നത്. ബേപ്പൂർ പുളിമൂട്ടിൽ, നല്ലൂർ സ്റ്റേഡിയം, ഫറൂഖ്, കോഴിക്കോട് ബീച്ച്, അതുപോലെ ചാലിയം ബീച്ച്. അപ്പോൾ ഡേറ്റ് മറക്കണ്ട, ഡിസംബർ 26 മുതൽ 29 വരെയാണ് പരിപാടി നടക്കുന്നത്. ഓരോ ദിവസവും വ്യത്യസ്തമായ പരിപാടികളാണ് ഇവിടുത്തെ സ്റ്റേജുകളിൽ നടക്കുന്നത്. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.